നമസ്കാരം. ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി ഇഡി. 3 സംസ്ഥാനങ്ങളിലെ 21 കേന്ദ്രങ്ങളിൽ റെയ്ഡ്. പ്രതികളുടെ വീടുകളിലും പരിശോധന. ഇഡിയുടെ വരവ് സംശയകരമെന്ന VN വാസവൻ. ദ്വാരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കട്ടിളപ്പാളി കേസിൽ ജയിലിൽ തുടരും. Amounts due to Kerala from the Government of India under central schemes pending up to September 2025, including arrears from previous financial years, stand at rupees 5,650.45 crores. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വിവാദത്തിൽ. മുഴുവൻ വായിക്കാതെ രാജേന്ദ്ര അർലേക്കർ. ഒഴിവാക്കിയ ഭാഗങ്ങൾ സഭയിൽ വായിച്ചു മുഖ്യമന്ത്രി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ആരോപണങ്ങൾ തള്ളി ലോക് ഭവൻ. വായിക്കാതെ വിട്ടത് അവാസ്തവമായ കാര്യങ്ങളെന്ന് വിശദീകരണം. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ MLA-മാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മണ്ഡലത്തിൽ സജീവമാകണം. ചിലർ വീണ്ടും സ്ഥാനാർത്ഥിയാകും, ചിലരാകില്ലെന്നും പിണറായി. നിർദ്ദേശം LDF നിയമസഭാ കക്ഷി യോഗത്തിൽ. തോമസ് ഐസക്കും G സുധാകരനും മത്സര രംഗത്ത് മടങ്ങിയെത്തുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഗവൺമെന്റിനോട് പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല, എതിർപ്പില്ല. മോദിയോ അല്ലെങ്കിൽ മറ്റ് ചന്ദ്രശേഖരോ ഒക്കെ ഏതെല്ലാം തരത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്കത് സ്വാഗതമാണ്. അതേ സമയത്ത് ആ മോദി ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. BJP-യുടെ ക്രൈസ്തവ നയതന്ത്രം പാടെ തള്ളാതെ ഓർത്തഡോക്സ് സഭ. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടഞ്ഞാൽ സഹകരിക്കാമെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ദീപകിന്റെ ആത്മഹത്യയിൽ പ്രേരണാകുറ്റം ചുമത്തിയ ഷിംജിത ഒളിവിൽ. മൊബൈൽ ഫോൺ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബസ് ജീവനക്കാരുടെ മൊഴിയെടുക്കും. മകന്റെ ജീവനെടുത്ത ഷിംജിതയെ പിടികൂടണമെന്ന് മാതാപിതാക്കൾ. नितिन नवीन जी आगे बढ़ो, नितिन नवीन जी आगे बढ़ो. BJP-യിൽ തലമുറ മാറ്റം. ദേശീയ അധ്യക്ഷനായി നിതിൻ നവീൻ ചുമതലയേറ്റു. പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി 45-കാരനായ നിതിൻ. ചടങ്ങിൽ പങ്കെടുത്ത നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ. കോർട്ടിനോട് ഗുഡ് ബൈ പറഞ്ഞ സൈന നെഹ്വാൾ. ബാഡ്മിന്റൺ ഇതിഹാസം റാക്കറ്റ് താഴെ വയ്ക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിട പറയുന്നത് ഇന്ത്യയിലെ പെൺകുട്ടികൾക്കാകെ പ്രചോദനമായ താരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി 21 കേന്ദ്രങ്ങളിൽ രാവിലെ ആരംഭിച്ച റെയ്ഡ് തുടരുകയാണ്. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ A. പത്മകുമാർ, N. വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ കമ്മീഷണർ KS ബൈജു, S. ജയശ്രീ എന്നിവരുടെ വീടുകളിലാണ് റെയ്ഡ്. ഇതിനു പുറമെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും ഇതോടൊപ്പം സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ കർണാടകയിലെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടക്കുന്നുണ്ട്. കേസിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കള്ളപ്പണ ഇടപാടിൽ ഇഡിയും അന്വേഷണം വ്യാപിപ്പിച്ചത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 3 സംസ്ഥാനങ്ങളിലും 21 സ്ഥലങ്ങളിലുമായി ഇന്ന് പുലർച്ചെ തുടങ്ങിയ പരിശോധനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ നടന്നത്. ആ പരിശോധനയിൽ സുപ്രധാനമായ ചില രേഖകൾ പലയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന പ്രാഥമികമായ വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം
ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മാത്രമാണ് രാവിലെ 7 മണിക്ക് തന്നെ പരിശോധന ആരംഭിക്കാൻ കഴിയാതിരുന്നത്. കാരണം ആ ദേവസ്വം ബോർഡ് ഓഫീസിലെ ജീവനക്കാർ ആ ഓഫീസ് സമയത്ത് മാത്രമാണ് അവിടേക്ക് എത്തിയത്. അവർ സാധാരണയായി ഇങ്ങനെയുള്ള പരിശോധനകളൊന്നും നടക്കുന്നുണ്ട് എന്നറിയാതെ ഓഫീസിലേക്ക് എത്തിയവരായിരുന്നു പലരും. അവിടെ എത്തിയപ്പോൾ മാത്രമാണ് സായുധരായ ഉദ്യോഗസ്ഥർ ഗേറ്റിന് മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുന്നതും അവരുടെ അനുവാദത്തോടെ മാത്രം അകത്തേക്ക് ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ചതിനു ശേഷം കയറ്റിവിടുകയുമൊക്കെ ചെയ്ത സാഹചര്യമുണ്ടായത്. പിന്നീട് അതീവ രഹസ്യമായിട്ടായിരുന്നു പരിശോധനകൾ. ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ആസ്ഥാനത്തെ പ്രധാനപ്പെട്ട കവാടം അടച്ചതിനു ശേഷം മറുവശത്തു കൂടിയാണ് ജീവനക്കാരെ അടക്കം അകത്തേക്ക് കയറ്റിവിട്ടത്. മുഴുവൻ സമയവും ഉദ്യോഗസ്ഥരുടെ കാവൽ. അതിനിടയിലാണ് ഈ പരിശോധനയെല്ലാം നടന്നുകൊണ്ടിരുന്നത്. എടുത്തു പറയേണ്ട കാര്യം 90 ദിവസം പിന്നിട്ടതിന് ശേഷം, അതായത് SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ആരംഭിച്ച് 90 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നത്. അതായത് ഒരേ സമയം 21 സ്ഥലങ്ങളിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 2 FIRകളിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വീടുകളിലും ഓഫീസുകളിലും ഈ പരിശോധന നടന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന്റെ വസതിയിലും ഇയാളുടെ റഥം ജുവലറിയിലും ഉൾപ്പെടെയായിരുന്നു പരിശോധന. അതോടൊപ്പം ഈ സ്വർണം ഉരുക്കി മാറ്റിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ ഓഫീസിൽ പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിൽ അടക്കം ഈ പരിശോധന നടന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ ഒരു മാനം എത്രത്തോളമാണ് എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കുന്ന തുടർ നീക്കങ്ങളും. അങ്ങനെയാണെങ്കിൽ ഇനി വ്യക്തത വരാനുള്ളത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഈ വ്യാപകമായ റെയ്ഡിനപ്പുറത്തേക്ക് SIT ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്ത്രി കണ്ഠര് രാജീവര് വരെയുള്ളവരുടെ വലിയൊരു പട്ടികയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ഉന്നതരിലേക്ക് EDയുടെ അന്വേഷണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിൽ ചെന്നെത്തുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ ED അന്വേഷണത്തിനെതിരെ ദേവസ്വം മന്ത്രി VN വാസവൻ രംഗത്ത്. ഹൈക്കോടതി നിയന്ത്രണത്തിലുള്ള SIT അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു, ആരിലേക്കും അന്വേഷണം നീളട്ടെ എന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ EDയുടെ വരവ് സംശയാസ്പദമാണെന്ന് VN വാസവൻ പറഞ്ഞു. പുറകോട്ടുള്ള എല്ലാ കാലഘട്ടത്തിലെയും കൃത്യമായി അന്വേഷിക്കണം തന്നെയാണ് അന്ന് ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട കോടതി കൊടുത്തത്. കോടതി അതനുസരിച്ച് തന്നെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷണം വളരെ തൃപ്തികരമാണെന്ന് പറഞ്ഞു. SIT നല്ല രൂപത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. അന്വേഷണം പുറകോട്ടുള്ള കോടതി നിർദ്ദേശത്തോടെ മുതലുള്ളത് തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED പരിശോധന സ്വാഗതം ചെയ്യുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റം ഫെയിലിയറാണ്. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ സംഭവങ്ങൾ കൊണ്ട് വിശ്വാസികൾക്ക് ബോർഡിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണമെന്നും K. ജയകുമാർ പറഞ്ഞു. കോടതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഒരഭിപ്രായവും ഞാൻ പറയില്ല. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കോടതി അന്വേഷിക്കട്ടെ. ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനവും ഞങ്ങളുടെ ഭരണസമിതിയും അതിനെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല, പറയുകയും പൂർണ്ണമായിട്ട് സഹകരിക്കും. രാവിലെ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ സുഹൃത്തെ, ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നാണ് എന്റെ ചോദ്യം. അറസ്റ്റ് ചെയ്യേണ്ടവർ അറസ്റ്റ് ചെയ്യണം. സത്യം അന്വേഷിച്ചിട്ടുള്ള ഏതൊരു പ്രവൃത്തിക്കും നമ്മൾ കൂടെ നിൽക്കും. അതാണല്ലോ അത് നടക്കുന്നു. അത് രാവിലെ വിളിച്ച് പറഞ്ഞല്ലോ എല്ലാം ചെയ്തു കൊടുക്കാൻ അവരാവശ്യപ്പെടുന്ന രേഖ. അത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ഭരണസമിതി, പുതിയ ബോർഡിന്റെ ഒരു ചാലഞ്ച് തന്നെ എന്താണ്, ഈ സംഭവങ്ങൾ കൊണ്ടെല്ലാം വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുക്കുന്നത് എങ്ങനെ, ഞാൻ അതിപ്പം കൂടെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. വീണ്ടെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടുതൽ സുതാര്യത ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം. അത്തരത്തിലുള്ള സിസ്റ്റംസ് പരിഷ്കരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാൻ. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷണ സംഘം സന്നിധാനത്ത്. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 വാതിലുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഇന്നലെ അനുമതി നൽകിയിരുന്നു. കട്ടിളപ്പാളിയിലും പ്രഭാമണ്ഡല പാളികളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് പരിശോധിച്ച് തിട്ടപ്പെടുത്തുകയാണ് ലക്ഷ്യം. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. ദ്വാരപാലക ശില്പപാളികളുടെ കേസിലാണ് ജാമ്യം ലഭിച്ചത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂ. ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാണിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി നൽകിയത്. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറഞ്ഞത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷ നേതാവിന്റെ പഴയ ആവേശം കാണുന്നില്ലെന്ന് പരിഹാസവുമായി മന്ത്രി എം.ബി. രാജേഷ്. UDF കാലത്തെ അഴിമതി പുറത്തുവരുമെന്ന് കണ്ടപ്പോഴാണ് ആവേശം ചോർന്നത്. വാജിവാഹനം കൈമാറിയതിനെ പോലും പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചു. അപ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എന്താണ്? ശബരിമലയുടെ കാര്യം വരുമ്പോൾ ഒരു പഴയ വീറും വാശി ഉത്സാഹവും കാണുന്നില്ലല്ലോ. ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. പഴയ വീറും വാശി ഉത്സാഹമൊന്നും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും കാണാത്തത് എന്താ? അവർക്കൊരു ഉൾക്കിടിലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പ്രതിപക്ഷ നേതാവല്ലേ SITയെ നാഴികയ്ക്ക് 40 വട്ടം ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? 2 ഉദ്യോഗസ്ഥരെ SITയിൽ ഉൾപ്പെടുത്തിയതിനെ പരസ്യമായിട്ട് വിമർശിച്ചത് ഈ പ്രതിപക്ഷ നേതാവല്ലേ? പഴയ ഉത്സാഹം കാണുന്നില്ല, പാരടിപ്പാട്ടിലും തീരെ താല്പര്യം കാണിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരൊന്നും അതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി, 20 കൊല്ലം മുമ്പുള്ള UDFൻ്റെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വരുന്നു എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ പഴയ വീറും വാശിയും ശബരിമലയുടെ കാര്യത്തിൽ ഇല്ലാത്തത്. അതുകൊണ്ടാണ് പതുക്കെ പിന്നാക്കം പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സർക്കാർ SITയെ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് KC വേണുഗോപാൽ MP. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവോടെ സർക്കാരിന് ധാർമ്മികമായി തുടരാൻ അവകാശമില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സർക്കാരിന്റെ കൃത്യമായ സമ്മർദ്ദത്തിന് പുറത്താണ് SIT പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇതിനപ്പുറം തെളിവെന്താണ് വേണ്ടത്? ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യമുണ്ട്. സർക്കാരിന്റെ സത്യത്തിൽ അധികാരത്തിൽ തുടരാൻ യാതൊരു അവകാശവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലെ വിധി കൂടി വന്ന സാഹചര്യത്തിൽ, നിരീക്ഷണം കൂടി വന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് മുഴുവൻ ഒത്താശയും കൊടുത്ത സർക്കാരിന് ധാർമ്മികമായി തുടരാൻ യാതൊരു അവകാശവുമില്ല. വിശ്വാസികളെ അവരുടെ ഏറ്റവും വേദനിപ്പിച്ച സർക്കാരായിട്ട് സർക്കാർ മാറിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് ഇന്ന് വലിയ രീതിയിൽ BJP പ്രതിഷേധമുണ്ടായി. കരിക്കകത്തെ വീടിന് മുന്നിലായിരുന്നു പ്രതിഷേധം. വി മുരളീധരൻ മാർച്ചിൽ പങ്കെടുത്തു. ശബരിമലയിൽ നടന്നത് വലിയ കൊള്ളയാണെന്നും അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നിരവധി അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ മറച്ചുപിടിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളും ഈ സർക്കാർ ചെയ്യുന്നത്, സർക്കാർ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ SIT നാടകം അവസാനിപ്പിച്ചുകൊണ്ട് SITയെ നിയോഗിച്ച് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന് പകരം ഈ കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളുകള്ളികൾ മുഴുവൻ പുറത്തു വരികയുള്ളൂ. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ, ആ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്കും BJP പ്രതിഷേധം. BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ തിരുത്തലുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കിയും തിരുത്തൽ വരുത്തിയുമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ സഭയിൽ വായിച്ചു. ഗവർണറുടെ നടപടി ഭരണഘടനാപരമല്ലെന്ന് സ്പീക്കറും പ്രതിപക്ഷവും വിമർശിച്ചു. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ പിന്നീട് സഭ അംഗീകരിച്ചു. Kerala has been in the forefront of implementing the demand-based employment scheme, Mahatma Gandhi National Rural Employment Program. The recent amendment to the said scheme, transforming it as VB-Gram G, is a setback for Kerala as the assistance of the union has come down from 100 to 60%. There are also issues regarding the demand-based nature of the earlier program.
My government has flagged these concerns before the union government. My government is of the view that MGREGS system should continue. Recent rationalization of GST rates implemented in the middle of the financial year is estimated to cause annual revenue loss of rupees 8,000 crore during 2026-27. Amounts due to Kerala from the Government of India under central schemes pending up to September 2025, including arrears from previous financial years, stand at rupees 5,650.45 crores. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. അസാധാരണമായ സംഭവവികാസങ്ങൾക്കാണ് കേരള നിയമസഭ ഇന്നും സാക്ഷ്യം വഹിച്ചത്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാറ്റം വരുത്തണമെന്ന് ഗവർണർ മന്ത്രിസഭ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ച് ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കുമ്പോൾ തന്നെ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ പ്രസംഗം ലോക്ഭവനിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എങ്ങനെയാകും ഗവർണർ ഇതിനോട് പെരുമാറുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഗവർണർ നിലപാടെടുക്കുക എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു, അനിശ്ചിതത്വമുണ്ടായിരുന്നു. ഗവർണർ പൂർണ്ണമായും കേന്ദ്ര വിമർശനം വായിക്കുമോ അല്ലെങ്കിൽ വായിക്കാതെ വിടുമോ എന്ന കാര്യത്തിൽ. പക്ഷേ ഇന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങുമ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുന്ന ഭാഗങ്ങൾ ഗവർണർ വായിച്ചു. എന്നാൽ അതിൽ വെള്ളം ചേർക്കുകയായിരുന്നു ഗവർണർ ചെയ്തതെന്ന് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയോട് കൂടിയാണ് വ്യക്തമായത്. കേന്ദ്രത്തിനെതിരെയുള്ള കടുത്ത വിമർശനങ്ങൾ ഗവർണർ ഒഴിവാക്കി. 3 പാരഗ്രാഫുകളിലാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാറ്റം വരുത്തിയത്. 12ാം ഖണ്ഡികയിൽ കേന്ദ്രത്തിനെതിരെയുള്ള ഗുരുതരമായ വിമർശനം, സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കം നേടാനുള്ള കാരണം ഈ കേന്ദ്ര ഇടപെടൽ എന്ന ഭാഗം ഒഴിവാക്കി. 15ാം ഖണ്ഡികയിൽ ഗവർണർക്കെതിരെ തന്നെയുള്ള വിമർശനമാണ് അദ്ദേഹം വായിക്കാതെ വിട്ടുകളഞ്ഞത്. അത് ഇപ്രകാരമായിരുന്നു: സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതി സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. അതായത് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ പിടിച്ചുവയ്ക്കുന്നതിനെതിരെ കേന്ദ്രത്തിനെതിരെയും സംസ്ഥാന സർക്കാർ നിയമപരമായ സുപ്രീം കോടതിയിലുമാണ്. ആ വിഷയമാണ് ഗവർണർ വായിക്കാതെ വിട്ടുകളഞ്ഞത്. അത് മുഖ്യമന്ത്രി പിന്നീട് സഭയിൽ വായിച്ച് ആ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. 16ാം ഖണ്ഡികയിലും കേന്ദ്ര വിമർശനമാണ് ഉള്ളത്. അതിൽ എന്താണ് എല്ലാ ഭാഗവും വായിച്ച ഗവർണർ എൻ്റെ സർക്കാർ കരുതുന്നു എന്നൊരു കൂട്ടിച്ചേർത്ത ഒരു വാചകം കൂടി പറഞ്ഞു. അത് കേന്ദ്ര വിമർശനം തൻ്റെ അഭിപ്രായമല്ല, സർക്കാരിൻ്റെ അഭിപ്രായം എന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവർണർ അത്തരമൊരു വരി അവിടെ കൂട്ടിച്ചേർത്തത്. അതിനെയും സർക്കാർ വിമർശിക്കുന്നു. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെൻറ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. ഗവർണറുടെ നടപടിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നു. ഗവർണർ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമായ നടപടി എന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് 175, 176 ആർട്ടിക്കിൾ അനുസരിച്ച് ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർ അത് ഡെലിബറേറ്റായി മനഃപൂർവ്വമായി അത് വിട്ടുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്നാൽ ഗവർണറും സർക്കാരുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന ആരോപണം ഇപ്പോഴും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തതിലേക്ക് ഗവർണർക്കെതിരെയുള്ള സർക്കാരിൻ്റെ നീക്കം രാഷ്ട്രീയ ലക്ഷ്യം കൂടി വെച്ചുകൊണ്ട് തന്നെയാണ്. സർക്കാരും BJPയുമായി ഡീൽ എന്ന പ്രതിപക്ഷ ആരോപണത്തെ മറികടക്കാൻ കൂടി ഗവർണർക്കെതിരെയുള്ള ഈ കടുത്ത വിമർശനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ വിശദീകരണവുമായി ലോക്ഭവൻ രംഗത്തെത്തി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ വായിക്കാതെ വിട്ടതിലാണ് വിശദീകരണം. പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് അർത്ഥസത്യങ്ങളാണെന്നും അത് വായിക്കില്ലെന്ന് നേരത്തെ തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നുമാണ് വിശദീകരണം. പ്രസംഗത്തിൽ സർക്കാർ മാറ്റം വരുത്തുമോ എന്ന് നോക്കിയിരുന്നു. എന്നാൽ ഒരു തരത്തിലും മാറ്റങ്ങൾ വരുത്താത്തതിനാലാണ് ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞതെന്നും ലോക്ഭവൻ വിശദീകരിച്ചു. പ്രസംഗ വിവാദത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് മന്ത്രി MB രാജേഷ്. ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ നടപടിയെപ്പോലും തുറന്നെതിർക്കാൻ പ്രതിപക്ഷ നേതാവിന് ധൈര്യമില്ലെന്നും അതുകൊണ്ടാണ് സഭയിൽ സംഭവങ്ങളെ നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചതെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ ഗവർണർ ചില വരികൾ ഒഴിവാക്കുകയും ചില വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഗവർണർ വായിക്കാത്ത ഭാഗങ്ങൾ മുഖ്യമന്ത്രി വായിച്ചതെന്നും MB രാജേഷ് പറഞ്ഞു. ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഭരണഘടനാനുസൃതമായ അല്ലാത്തൊരു നടപടിയെപ്പോലും തുറന്ന് വിമർശിക്കാനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണത് കാണിക്കുന്നത്. ഒരേ സമയം അദ്ദേഹം ചാഞ്ചാട്ടാണ് കാണിക്കുന്നത്. ഗവർണർ ചെയ്തതൊന്നും ശരിയായില്ല എന്നും പറഞ്ഞ്
എന്നാൽ സർക്കാർ ചെയ്തതും ശരിയല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര ഭയം? ഭരണഘടനാപരമല്ലാത്തൊരു നടപടി ഗവർണറിൽ നിന്നുണ്ടായാൽ അത് ഭരണഘടനാപരമല്ല എന്ന് നിവർന്നു നിന്ന് പറയാൻ, ഗവർണർ ചെയ്തത് തെറ്റാണ് എന്നൊന്ന് ഉറച്ചു പറയാൻ എന്താണ് പ്രതിപക്ഷ നേതാവിനൊരു ധൈര്യം വരിക? ഗവർണർ വായിക്കാതെ പോയതുകൊണ്ട് അത് ഇല്ലാതാവില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി തെളിയിച്ചത്. അസാധാരണമായ നിലയിൽ ഗവർണർ പ്രവർത്തിച്ചാൽ അസാധാരണമായ നിലയിൽ ഗവൺമെൻറ് അതിനോട് പ്രതികരിക്കും. ഇന്ന് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗവർണർ വിട്ടുപോയ ഭാഗങ്ങളും അവിടെ കൂട്ടിച്ചേർക്കുകയും ഗവർണർ കൂട്ടിച്ചേർത്ത ഭാഗം ഒഴിവാക്കുകയും ചെയ്തു. തമിഴ്നാട് നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഗവർണർ RN രവി ഇത്തവണയും സഭയിൽ നിന്നിറങ്ങിപ്പോയി. ദേശീയഗാനം വീണ്ടും അപമാനിക്കപ്പെട്ടെന്നും മൈക്ക് ആവർത്തിച്ച് ഓഫാക്കി ഗവർണറെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നുമാണ് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ വിസമ്മതിച്ചതിന്റെ കാരണമായി ലോക് ഭവൻ വിശദീകരിക്കുന്നത്. പ്രസംഗത്തിൽ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളാണെന്നും ലോക് ഭവൻ വ്യക്തമാക്കുന്നു. അതേസമയം ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനമാണെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിമർശിച്ചു. നയപ്രഖ്യാപനം വായിച്ചതായുള്ള പ്രമേയം പിന്നീട് സഭ പാസാക്കി. BJPയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് മറുപടിയുമായി ഓർത്തഡോക്സ് സഭ. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്തിയാൽ സഹകരിക്കാൻ കഴിയുമെന്ന് സഭയുടെ നിലപാട് രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടായിരിക്കുമെന്നും സഭാധ്യക്ഷൻ പറഞ്ഞു. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു കാതോലിക്ക ബാവ. എപ്പോഴും BJPയും കേന്ദ്ര സർക്കാരും കേരളത്തിലെ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട് അല്ലേ? അതിപ്പോൾ കേക്ക് മുറിക്കലിന്റെ കാര്യത്തിലാണെങ്കിലും ക്രിസ്മസ്, ഈസ്റ്റർ ആഘോഷങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കാറുണ്ട്. ഇത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ ഇപ്പോഴും ഓർത്തഡോക്സ് സഭ? ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം BJP ഗവൺമെൻറ്റിനോട് പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല, എതിർപ്പില്ല. നമ്മൾ പറയുന്നത് BJP ഗവൺമെൻറ്റിലെ മോഡിയോ മറ്റുള്ള മോദിജിയോ അല്ലെങ്കിൽ മറ്റ് ചന്ദ്രശേഖരോ ഒക്കെ ഇവിടെയുള്ളവരോ ഒക്കെ ഏതെല്ലാം തരത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്കത് സ്വാഗതമാണ്. ഒരു വിരോധവുമില്ല, നമ്മൾ അതേ സമയത്ത് ആ മോദി ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ശരിയല്ല. അത് അവരെ വ്യക്തികളെയല്ല നമ്മൾ പറയുന്നത്, അത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതായ മതേതരത്വത്തിന് എതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഇന്ത്യൻ ഭരണഘടന നിഷേധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ എവിടെയെങ്കിലും മത തീവ്രവാദികളായി വരുന്നെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ BJP ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്, അത് ചെയ്തണം. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഈ താങ്കൾ പറയുന്നത് സംഘപരിവാറിനെ ഉദ്ദേശിച്ചാണല്ലോ, അവരെ നിയന്ത്രിക്കുവാൻ ഇടപെടുന്നില്ല എന്നാണോ? അതായത് തുറന്നു ചോദിക്കാം, പള്ളികൾ ആക്രമിക്കുന്ന സമയത്ത്, വൈദികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് BJPയും കേന്ദ്ര സർക്കാരും അതിന് മൗനാനുവാദം നൽകുന്നു എന്നൊരു നിലപാടുണ്ടോ താങ്കൾക്ക്? മൗനാനുവാദം നൽകുന്നു എന്നുള്ള നിലപാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധ്വനി വരുന്നതിൻ്റെ കാരണം ഇവരെ പരസ്യമായിട്ട് ആ ആക്രമണത്തെ അപലപിക്കുവാനോ അതിനെതിരെ കർശനമായ നടപടി എടുക്കാനോ ഇവർ തയ്യാറാകുന്നില്ല. അതാണ് ഞങ്ങൾക്ക്. കാരണം സംഘപരിവാറിനോടോ RSSനോടോ BJPയോടോ ബജറംഗ് ദളിനോടോ ഒന്നും ഞങ്ങൾക്ക് വിരോധമില്ല. അവരൊക്കെ ഓരോ സംഘടനകളാണ്, അത് പോഷക സംഘടനകളാകാം, എന്താണെങ്കിലും. പക്ഷേ അവരാരും ഭരണഘടനയെ തൊട്ട് കളിക്കാൻ പാടില്ല. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തന്നെ BJPയോടും കേന്ദ്ര സർക്കാരിനോടും ഒന്നും ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല എന്ന് പറയുമ്പോൾ അതിനെ മറ്റ് രണ്ട് മുന്നണികളും ഒരു മറുപടി നൽകാൻ സാധ്യതയുള്ളത്, അങ്ങനെ മറുപടി നൽകുകയുള്ളൂ. അവർ പറയുന്നത് ഈ തരുന്ന കേക്കിൻ്റെ പിന്നിൽ വിഷമുണ്ട്, ഈ തരുന്ന ഈസ്റ്റർ വിരുന്നിലും അതുപോലെ തന്നെ ക്രിസ്മസ് വിരുന്നിലുമൊക്കെ ഈ തരത്തിൽ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊന്നാണ്, അത് സഭാ നേതൃത്വങ്ങൾ മനസ്സിലാക്കണം എന്നായിരിക്കും. അതിന് എന്ത് മറുപടി താങ്കൾ നൽകും? പക്ഷേ താങ്കൾ പറയുകയും ചെയ്തു BJPയോടും കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഒന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല എന്ന്. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ മാത്രമല്ല, LDF ഗവൺമെൻറ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ എല്ലാം വിളിച്ച് ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. അത് ഞങ്ങളെല്ലാം പോയി ഭാഗവാക്കായി. ആ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം
ഞങ്ങളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചത് സന്തോഷമായി സ്വീകരിച്ചു. അത് ആര് ആഘോഷിച്ചാലും ഞങ്ങൾക്കത് സന്തോഷമാണ്. BJP ആണെങ്കിലും കൊള്ളാം, LDF ആണെങ്കിലും കൊള്ളാം. അപ്പോൾ അവർക്കെങ്ങനെ പറയാൻ ഒക്കുന്നത് ഞങ്ങൾ LDFനെതിരാണെന്ന്? LDFന് അനുകൂലമാണ്. പക്ഷേ LDF ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നീതി നിഷേധമോ അല്ലെങ്കിൽ സത്യനിഷേധമോ ഭരണഘടനയുടെ അതിർത്തി ലംഘിക്കുകയോ ചെയ്താൽ അവിടെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതായത് മൂന്ന് മുന്നണികളോട് ഇപ്പോൾ LDFനോടാണെങ്കിലും UDFനോടാണെങ്കിലും BJPയോടാണെങ്കിലും സമദൂരമാണ്. അവിടെ ഇപ്പോൾ BJPയുടെ കൂടെ കൂടരുത്, BJPയെ അകറ്റി നിർത്തേണ്ടതാണ് എന്ന് പറയുന്നില്ല. കാരണം അവിടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ BJPക്ക് കഴിയുന്നില്ല എന്നാണല്ലോ BJPയെ അകറ്റി നിർത്തണമെന്ന് പറയുന്നത്. കാരണം അത് സഭ വിശ്വസിക്കുന്നില്ല. മതനിരപേക്ഷത അവർ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ പരാജയം ഉണ്ടാകാൻ പാടില്ല. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. കേരളത്തിലെ BJP നേതൃത്വത്തോടെ എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു നിലപാടും അവരുമായിട്ടുള്ള ബന്ധവും എങ്ങനെയാണ്? പണ്ട് മുതലേ BJPയുടെ നേതാക്കന്മാർ എല്ലാവരും നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ളവരാണ്. പണ്ട് പത്മനാഭനോ അല്ലെങ്കിൽ മുരളീധരനോ അതുപോലെ PS പിള്ളയോ അതുപോലെ തന്നെ ശ്രീധരൻ പിള്ള, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ കാണാൻ വന്നിരുന്നു. വളരെ സന്തോഷമായിട്ട് അവർക്ക് നമ്മളാരും അവർക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അങ്ങുണ്ടാകുന്നതായ വടക്കേ ഇന്ത്യയിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവിടെയുള്ളവരെ വളരെയധികം മുറിപ്പെടുത്തുന്നുണ്ട്. അതില്ലാതിരിക്കണമെന്ന് പറഞ്ഞു. അത് ചന്ദ്രശേഖർ പറഞ്ഞു, അതെൻ്റെ കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും, നിശ്ചയമായിട്ടും അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ആ വാക്ക് സംസ്ഥാനത്തെ BJP നേതൃത്വം പാലിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്നാൽ അതേ സമയത്ത് അവർക്കൊരു പരിമിതിയുണ്ട്. അവർ ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അങ്ങനെയുള്ളതായിരിക്കുന്നത് നിർത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് കാതോലിക്ക ബാവ. എന്നാൽ ഈ ജനവിധി നിയമസഭയിൽ പ്രതിഫലിക്കണമെന്നില്ല. ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിൽ എന്താണെന്നറിയാൻ ക്രൈസ്തവർക്ക് അവകാശമുണ്ട്. മതങ്ങളെ മാത്രം കൂട്ടുപിടിച്ച് ആർക്കും അധികാരത്തിലെത്താനാവില്ലെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ വ്യക്തമാക്കി. ഒരു ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? അതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത്. അത് അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം അത് പ്രതിഫലിക്കാം, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകാം, അതൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ പൊതുവെ ഒരു വിലയിരുത്തലുള്ളത് ന്യൂനപക്ഷങ്ങൾ ഒരു UDFന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ്. അതിൽ ക്രൈസ്തവ വിഭാഗങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗവും അങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതൊരുതരം ഡിവൈഡിന് കാരണമാകുന്നുണ്ടോ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നത്? ഇപ്പോൾ മറുവശത്ത് അപ്പോൾ LDF അത് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് പൊതുവെ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നാണോ? നിശ്ചയമായിട്ടും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതൊരു മത രാഷ്ട്രമാണ് എന്നുള്ളതുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് മതത്തെ പ്രീണിപ്പിക്കാൻ അവരെല്ലാവരും ശ്രമിക്കുന്നത് സാധാരണയാണ്. മതങ്ങൾക്ക് അതിന് അവർക്ക് പിന്തുണ കൊടുക്കും, അവരുടെ സഹാനുഭൂതിയിൽ തന്നെ നിൽക്കും. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ മാത്രം കൊണ്ടൊരു വിജയമൊന്നും ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. മതങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്, ആരും മതത്തിനെയും സഹായിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനർഹമായിരിക്കുന്ന ഒന്നും നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. നീതി വേണം, സത്യം വേണം, ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അസത്യമായോ അനീതിയായോ ഏതെങ്കിലും കാര്യം ഓർത്തഡോക്സ് സഭ ചെയ്തു തരണമെന്ന് ഒരു ഗവൺമെൻറ് BJPയോടോ UDFനോടോ LDFനോ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമുക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണം. ആ അർഹമായത് ലഭിക്കാതിരുന്നാൽ അതിനെതിരെ നമ്മൾ ശബ്ദമില്ല. പക്ഷെ അതൊരു സമ്മർദ്ദമായിട്ട് വ്യാഖ്യാനിക്കപ്പെടില്ലേ പത്മാവ? എങ്ങനെ ഒരു സമ്മർദ്ദം സർക്കാരിൽ സഭകൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല, സർക്കാരിനോട് നീതിയുക്തമായി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അതെങ്ങനെയാണ് സമ്മർദ്ദമാകുന്നത്? നമ്മൾക്ക് അർഹമല്ലാത്തത് ഏതെങ്കിലും സാധനം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുന്നതാണ് സമ്മർദ്ദമെന്ന് പറയും. എനിക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് സമ്മർദ്ദമാകുന്നത് എങ്ങനെയാണ്?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് സർക്കാർ ആവശ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹം ചുമ്മാതെ റിപ്പോർട്ട് ഉണ്ടാക്കിയതല്ല, സർക്കാർ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ്. അതനുസരിച്ചൊരു വളരെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്താൽ തന്നെ മാത്രമല്ല നമുക്ക് പ്രതികരിക്കാൻ ഒക്കുകയുള്ളൂ. പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രം ആ പബ്ലിഷ് ചെയ്യുന്നതായ സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല, അത് നമ്മൾ എതിർക്കുന്നില്ല. ഏതെങ്കിലും മതത്തിൻ്റെ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയില്ല. അതേസമയത്ത് മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും അവയ്ക്ക് അർഹതപ്പെട്ടതെല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് JB കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക. എന്തുകൊണ്ട് സർക്കാർ അത് പുറത്തുവിടുന്നില്ല? നമുക്കറിയില്ല എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല. അതിനൊരു കാരണം ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാകും എന്ന് സർക്കാരിനുള്ള ഭയം കൊണ്ടാണോ അതോ മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ ചെയ്യുന്നതാണോ? എന്തെങ്കിലും അതിലൊന്ന് വരുമല്ലോ എന്തായാലും. അത് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ JB കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിരിക്കുന്നത് സർക്കാരേ ഉള്ളൂ, നമ്മളാരും വായിച്ചിട്ടില്ല. അവരുടെ വീക്ഷണം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ നമുക്കത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. ഇതൊന്നും അല്ലാതെ JB കമ്മീഷൻ റിപ്പോർട്ടൊന്നും പ്രസിദ്ധീകരിക്കാതെ ഇപ്പോൾ തേങ്ങ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തേത് എങ്ങനെയാ പേടാണോ അല്ലതാണോ നമ്മളിങ്ങനെ അറിയുന്നേ. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധനാണെന്ന് കരുതുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. മത തീവ്രവാദത്തിനെതിരെയാണ് സംസാരിച്ചതെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയതാണെന്നും ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. ഇപ്പോൾ മുമ്പൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെ മതനിരപേക്ഷ നിലപാട് കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. അവർ മതസ്പർദ്ധ ഉണ്ടാക്കുവാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ തടയുമായിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അത് മറ്റൊരു ജനവിഭാഗത്തിൽ മുസ്ലിം ജനവിഭാഗത്തിന് എതിരായി മാറി എന്ന രീതിയിൽ ആണല്ലോ വന്നത്. പക്ഷെ അതിനെ എതിർക്കേണ്ട പോലെ എതിർത്തില്ല. അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? അല്ല, അത് ഇന്നത്തെ പ്രസ്താവന അദ്ദേഹം ഇന്ന് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല, തീവ്രവാദത്തിന് എതിര് മാത്രമാണ്, അതേ ഞാൻ പറയുന്നുള്ളൂ. മത തീവ്രവാദം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അതിനെതിരാതെ പറയുന്നുള്ളൂ, മുസ്ലിം വിരോധിയല്ല ഞാൻ എന്ന് അദ്ദേഹം വീണ്ടും പ്രസ്താവനകൾ പറയുന്നുണ്ട്. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളൊക്കെ ഓരോ ദിവസവും മാറി മാറി വരുന്നതുകൊണ്ട് നമുക്കതിന് പ്രതികരിക്കാനായിട്ടില്ല. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മനസ്സ് തുറക്കുന്നു. സാമൂഹ്യ കാര്യങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലുമൊക്കെ അഭിപ്രായം പറയുവാൻ ഒട്ടും മടി കാട്ടാത്ത ആളാണ്. ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും തമ്മിൽ അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്ന ഒന്നല്ല. BJP ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും LDF ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായിട്ട് ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും എന്ത് നിലപാടാണ് ഉള്ളത് എന്ന കാര്യം വലിയ ചർച്ചാ വിഷയമാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ ക്രിസംഗികൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രയോഗത്തെ ഞാൻ ഒരിക്കലും ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം BJPക്കുള്ള അംഗീകരണമായിട്ട് ഞാൻ കാണുന്നില്ല. സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തന ശൈലിയിൽ നിന്ന് സുരേഷ് ഗോപിക്ക് നേരിട്ടതായ ഒരു വിജയമായിട്ട് കാണുന്നത്. ബാവയോട് രാഷ്ട്രീയം പറയാം. ഇന്ന് രാത്രി 9:30 മീറ്റ് ദ ലീഡർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ MLA-മാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇനിയുള്ള ദിവസങ്ങൾ പ്രധാനമാണ്. MLA-മാർ സജീവമാവണം. ചിലർ വീണ്ടും സ്ഥാനാർത്ഥിയാകും, ചിലരാകില്ല. അതൊന്നും നോക്കേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. LDF നിയമസഭാ കക്ഷി യോഗത്തിലാണ് പിണറായിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാവുമ്പോൾ ടേം വ്യവസ്ഥയിൽ ഇളവ് വരുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ TM തോമസ് ഐസക്കും G സുധാകരനും എത്തുന്നു എന്നതാണ് പുതിയ വിവരങ്ങൾ. ഏറെ നാളായി പാർട്ടിയുമായി അകൽച്ചയിലായിരുന്ന G സുധാകരനെ ചേർത്ത് നിർത്താനാണ് CPM-ന്റെ നീക്കം. തോമസ് ഐസക് അരൂരിൽ മത്സരിക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA ദലീമയ്ക്ക് സീറ്റ് നഷ്ടമായേക്കും. G സുധാകരൻ അമ്പലപ്പുഴയിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ട്വിസ്റ്റുകളിലേക്ക് ആലപ്പുഴ നീങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 2 ടേം നിബന്ധനയിൽ ഒഴിവാക്കപ്പെട്ട തോമസ് ഐസക്, ജി സുധാകരൻ എന്നീ ജനകീയ മുഖങ്ങളെ വീണ്ടും ആലപ്പുഴയുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി പിന്തുണയുണ്ടെന്നുള്ള സൂചനകളും ലഭ്യമായിട്ടുണ്ട്. അരൂരിൽ, അതായത് 2 മണ്ഡലങ്ങളാണ് തോമസ് ഐസക്കിന് വേണ്ടി പരിഗണിക്കുന്നത്. ഒന്ന് അരൂർ, ഒപ്പം തന്നെ ആലപ്പുഴ മണ്ഡലങ്ങളാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ മത്സരിച്ചിരുന്ന ആളാണ്. ഓരോ ഘട്ടത്തിലും ഈ ജി സുധാകരനാണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും ഓരോ ഘട്ടത്തിലും അവർ ആവർത്തിച്ച് മത്സരിക്കുന്ന സമയത്ത് പോലും അവരുടെ ഭൂരിപക്ഷം ഇരട്ടിയാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജയം കൈവരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള 2 പേരാണ്, 2 മുതിർന്ന നേതാക്കളാണ് തോമസ് ഐസക്കും ജി സുധാകരനും. എന്തായാലും CPM-ന്റെ അരൂർ ഘടകം തോമസ് ഐസക്കിന് വേണ്ടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സിറ്റിംഗ് MLA, അതായത് ഇപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഉള്ളത് 8 സീറ്റുകളാണ്. ഈ 8 സീറ്റുകളിൽ ഹരിപ്പാട് ഒഴികെ മുഴുവൻ സീറ്റുകളും ഇടതുപക്ഷത്തിൻ്റെതാണ്. അതിൽ അരൂരിലേക്ക് പോവുകയാണെങ്കിൽ സിറ്റിംഗ് MLA-മാർക്ക് എത്രമാത്രം വിജയ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLA, വിജയ സാധ്യത കുറഞ്ഞ സിറ്റിംഗ് MLA-മാരെ മാറ്റി അവിടേക്ക് ഈ പറഞ്ഞ സീനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനകീയ മുഖങ്ങളായിട്ടുള്ള ആളുകളെ ഇറക്കുക എന്നുള്ളതാണ്. അതിൽ 2 പേർ, പ്രധാനപ്പെട്ട 2 പേർ തോമസ് ഐസക്കും ജി സുധാകരനും ആണ് എന്നുള്ളതാണ്. ജി സുധാകരൻ 5 വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ജില്ലാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു പുതിയ വിവരം കൂടി ആലപ്പുഴയിൽ നിന്ന് പങ്കുവയ്ക്കാനുണ്ട്. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള 6-അംഗ കോർ കമ്മിറ്റിയിലേക്ക് ജി സുധാകരന്റെ പേര് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള സർക്കുലറുകൾ ഏരിയ കമ്മിറ്റികൾക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർലമെന്റ് മണ്ഡലങ്ങളുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനം പറയുന്ന ഉന്നതാധികാര സമിതിയായ കോർ കമ്മിറ്റിയിൽ 6 പേരിൽ ഒരാൾ ജി സുധാകരൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് നിലവിൽ ജി സുധാകരൻ ജില്ലാ കോടതി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ സമ്മേളന വേളയിൽ പോലും അദ്ദേഹത്തെ അവിടേക്ക് അടുപ്പിക്കാനായി ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന്റെ പേരിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ജി സുധാകരനെ വീട്ടിലെത്തി കണ്ടിരുന്നു. ഒപ്പം തന്നെ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും എത്തിയിരുന്നു. അങ്ങനെ അവർ എത്തിയ ഒരു ഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു താല്പര്യപ്രകാരം കൂടിയാണ് ഇത്തരത്തിൽ ജി സുധാകരന്റെ പേര് വീണ്ടും ജില്ലാ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ജില്ലയുടെ മുഴുവൻ പാർട്ടിയുടെയും ചുമതല ഈ തെരഞ്ഞെടുപ്പിൽ വഹിക്കുന്ന ഒരാൾ 6-അംഗ പേരിലേക്ക് ഉയർന്നു വന്നത് എന്നുള്ളതാണ്. ഈ 2 നേതാക്കന്മാരെയും പരിഗണിക്കുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവരുടെ 2 പേരുടെയും അഭാവം അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് നിന്ന് ഇവർ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പൊതു നേതൃത്വത്തിന് അത്തരത്തിൽ ശക്തമായ രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ചില അധികാര കേന്ദ്രങ്ങൾക്ക് ചുറ്റും ചെറു ധ്രുവങ്ങളായി നിന്നാണ് ഇപ്പോൾ ആലപ്പുഴയിലെ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കായംകുളത്തടക്കമുള്ള പാർട്ടി കോട്ടകൾ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുട്ടനാടൻ മേഖലകൾ, ഒപ്പം തന്നെ ജില്ലയിലെ പാർട്ടിയെ നയിക്കുന്ന സജി ചെറിയാന്റെ സ്വന്തം മണ്ഡലമായ ചെങ്ങന്നൂരിൽ പോലും 9 പഞ്ചായത്തിൽ 5 പഞ്ചായത്ത് BJP ഭരിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ അഭാവം ജില്ലയിൽ CPM-ൽ പ്രത്യേകിച്ച് നന്നായുണ്ട്. അതിനെ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ അമ്പലപ്പുഴ, അരൂർ, ആലപ്പുഴ മണ്ഡലങ്ങളിലായി ഇവരെ വീണ്ടും മത്സരിപ്പിച്ചാൽ നല്ലതാകും എന്നുള്ള ആലോചനകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ഇടപെടലോടെയാണ് ജി സുധാകരൻ ജില്ലാ കേന്ദ്രത്തിലേക്ക് വീണ്ടും 5 വർഷത്തിന് ശേഷം മടങ്ങി വരുന്നത്. ഒപ്പം തന്നെ തോമസ് ഐസക് ഭവന സന്ദർശനം അടക്കമുള്ള കാര്യങ്ങളുമായി ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇവർ 2 പേരും കടന്നു വരുന്നതോടുകൂടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം അംഗീകാരമുള്ള മന്ത്രിമാരിൽ 2 പേരായിരുന്നു 1ാം പിണറായി സർക്കാരിൽ ജി സുധാകരൻ, തോമസ് ഐസക്കും. ഇവർ കടന്നു വരുന്ന ഒരു ഘട്ടം കൂടി എത്തുന്നതോടെ അത് ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥിത്വത്തിനും ഊർജം പകരുന്ന അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലം നൽകുന്ന രീതിയിലേക്ക് ഇവരുടെ സ്ഥാനാർത്ഥിത്വം കടന്നുവരും. പ്രത്യേകിച്ച് തീരദേശ മേഖല ഒരുപാടുള്ള മണ്ഡലമാണ്, ജില്ലയാണ് ആലപ്പുഴ. സഭയുടെ അടക്കമുള്ള വിയോജിപ്പുകളെ പരിഹരിച്ചുകൊണ്ട് തോമസ് ഐസക്കിന് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. എന്തായാലും പുതിയ ട്വിസ്റ്റുകൾക്കായി കാത്തിരിക്കുകയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഒരു വർഗീയ പരാമർശവും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്നാണ് നിലപാടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സജി ചെറിയാന്റെ വിവാദ പരാമർശത്തോടായിരുന്നു പ്രതികരണം. കോൺഗ്രസ് തരാതരം നോക്കി വർഗീയ പ്രസ്ഥാനങ്ങളുമായി ചേരുന്ന പാർട്ടിയാണ്.
ജമാഅത്തെ ഇസ്ലാമിയുമായി ചേരുന്നതിന് VD സതീശന് ഒരു മടിയുമില്ല. RSSും BJPയുമായി ചേരുന്നതിനും മടിയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു വർഗീയ പരാമർശവും CPIMന്റെ ഭാഗത്തുനിന്നുണ്ടാവരുത് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ വിരുദ്ധ പ്രസ്ഥാനമായ CPIMന്റെ അഭിപ്രായം. കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാം മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന തരാതരം നോക്കി വർഗീയ ശക്തികളുമായിട്ട് ചേരുന്നവരാണ്. അവരാണിപ്പോൾ വലിയ ഗിരിപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചേരുന്നതിൽ യാതൊരു മടിയുമില്ല VD സതീശന്. ഒരു തരത്തിലുള്ള മടിയും RSSും BJPയുമായിട്ട് ചേരുന്നതിലില്ല. സവാർക്കറുടെ ഫോട്ടോന് മുമ്പിൽ പോയി നമസ്കരിക്കുന്നതിൽ യാതൊരു പ്രയാസവും വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ വക്താവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന VD സതീശനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാടാണ്, വർഗീയ വിരുദ്ധ നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചത്. ഇനിയും അങ്ങനെ സ്വീകരിക്കുള്ളൂ. വർഗീയ വിരുദ്ധമല്ലാത്ത നല്ല ഭാഷയിൽ, വർഗീയ വിരുദ്ധമല്ലാത്ത എല്ലാ അർത്ഥത്തിലും ശരിയായ ഭാഷയിൽ ആര് പറഞ്ഞാലും അതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല. വർഗീയ സംഘടനയുമായി ഒത്തുചേർന്ന് പോകുന്ന സ്വഭാവം കോൺഗ്രസിനില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വർഗീയതയ്ക്കെതിരെയാണ് കോൺഗ്രസിന്റെ നിലപാട്. എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്തും. വിദ്വേഷം വളർത്താൻ ആര് ശ്രമിച്ചാലും അതിനൊപ്പം കോൺഗ്രസ് ഉണ്ടാവില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഒരു വർഗീയ സംഘടനയുമായും കൂട്ടുചേർന്ന് പോകുന്ന സ്വഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. ഞങ്ങളുടെ സിരകളിലുള്ളത് മതേതരത്വത്തിന്റെ സിരകളാണ്. എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടു നടക്കുന്ന, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാ സമൂഹത്തെയും ഒന്നിച്ചു നടക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ സമുദായങ്ങളോടും ഞങ്ങൾ അടുപ്പം കാണിക്കുന്ന പാർട്ടിയാണ്. എല്ലാവരെയും ക്യാരി ചെയ്യാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ്. വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കുക, അല്ലാതെ വിദ്വേഷത്തിന്റെ കടകൾ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം ആര് നടത്തിയാലും അതിൽ കോൺഗ്രസ് ഉണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ KM ഷാജി വർഗീയവാദിയാണെന്ന് പറയാൻ തയ്യാറാകാത്ത VD സതീശനാണ് വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്ന് വിളിച്ചതെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ 60% ഭരിക്കുക മുസ്ലിം ലീഗാണ്. അത്തരം വകുപ്പുകളാണ് ലീഗിന് കോൺഗ്രസ് നൽകുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന KM ഷാജിയെ വർഗീയവാദി എന്ന് വിളിക്കാത്തവർ ഇവിടെ സ്വന്തം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും അവർ വർഗീയവാദികളെന്ന് വിളിക്കുന്നു. അവർക്ക് നേരെ അസഭ്യവർഷം നടത്തുന്നു. എന്നിട്ട് VD സതീശൻ പറയുന്നു, ഞങ്ങൾ വർഗീയതക്കെതിരെ മരിച്ചു വീഴാൻ ഞാൻ തയ്യാറാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ BJP ജയിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് അബിൻ വർക്കി. ഡീലുണ്ടോ എന്ന സംശയമുണ്ട്. സജി ചെറിയാന്റെ വാക്കുകൾ RSSന്റേതാണെന്നും അബിൻ വർക്കി വിമർശിച്ചു. ഇടവേള. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന സമൂഹമാധ്യമങ്ങളുടെ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിൽ. വടകര സ്വദേശി ഷിംജിത മുസ്തഫയാണ് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയത്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ദീപക്കും ഷിംജിതയും ബസ്സിൽ കയറിയതു മുതലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഷിംജിതയെ പിടികൂടണമെന്നും എങ്കിൽ മാത്രമേ നീതി ലഭിക്കൂ എന്നും ദീപകിന്റെ കുടുംബം പ്രതികരിച്ചു. ദീപകിന്റെ മരണത്തിന് പിന്നാലെ ഷിംജിതയ്ക്കെതിരെ പരാതിയുമായി കുടുംബവും സുഹൃത്തുക്കളും രംഗത്തെത്തിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം കുടുംബം പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ തൊട്ടു പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഷിംജിത മുസ്തഫയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഷിംജിതയെ തിരഞ്ഞ് പോലീസ് വടകരയിലെ അവരുടെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ബസ്സിൽ വെച്ച് ഈ ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ നിന്നും ഒരു ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത രീതിയിലാണ് സമൂഹമാധ്യമത്തിൽ ഷിംജിത
പ്രദർശിപ്പിച്ചത് അല്ലെങ്കിൽ ഷെയർ ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ മറ്റു ഭാഗങ്ങൾ ലഭിച്ചാൽ എന്താണ് ബസ്സിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ ചിത്രം ലഭിക്കൂ. ഇതിന് ഷിംജിതയുടെ ഫോൺ ആവശ്യമാണ്. ഷിംജിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ്. എന്നാൽ പോലീസ് തിരയുന്നെങ്കിലും ഷിംജിത ഒളിവിൽ ആണ് എന്ന ഒരു വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ദീപകിന് നീതി കിട്ടൂ. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നീക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്ക് അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊരാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ബസ്സിൽ എത്തി അല്ലെങ്കിൽ ഈ ബസ്സിൽ യാത്ര ചെയ്ത ജീവനക്കാരുടെയും ബസ്സിൽ യാത്ര ചെയ്ത ആളുകളുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. എന്താണ് ബസ്സിൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരം ഈ സഹയാത്രികളിൽ നിന്നും അറിയാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പയ്യന്നൂർ ഭാഗത്ത് വെച്ചാണ് ബസ്സിൽ വെച്ച് തന്നോട് അപമര്യാദയായി ദീപക് പെരുമാറി എന്നാരോപിച്ച് വീഡിയോ ചിത്രീകരിക്കുകയും പിന്നീട് അത് സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്യുകയും ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 20 ലക്ഷത്തോളം ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. ഈ വീഡിയോയ്ക്ക് തൊട്ടു പിന്നാലെ ഒരു വിശദീകരണ വീഡിയോയും ഷിംജിത പുറത്തിറക്കുകയും ചെയ്തു. ഇതോടെ കടുത്ത മാനസിക സംഘർഷത്തിലായ ദീപക് പുലർച്ചയോടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നേരത്തെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ വടകര പോലീസിൽ താൻ പരാതി പറഞ്ഞിരുന്നു അല്ലെങ്കിൽ പരാതി അറിയിച്ചിരുന്നുവെന്ന് ഷിംജിത അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു. ഒരു തരത്തിലുമുള്ള പരാതി ഇതുമായി ബന്ധപ്പെട്ട ഷിംജിതയുടെ ഭാഗത്തുനിന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. നിയമപരമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ യുവതിയുടെ തീരുമാനമെങ്കിൽ ആ തെളിവുകൾ പോലീസിന് കൈമാറുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിലൂടെ റീച്ചും പണവും മാത്രമായിരുന്നു ഷിംജിതയുടെ ലക്ഷ്യമെന്നും വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും ഷിംജിതയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നേരിട്ടതിനെ തുടർന്ന് ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ വിവാദ പ്രസ്താവനയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയുടെ പോസ്റ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇയാൾ BJP സ്ഥാനാർത്ഥിയായി. എറണാകുളത്ത് സൈക്കിളിൽ പോയ സ്കൂൾ വിദ്യാർത്ഥിനി വാഹനാപകടത്തിൽപ്പെട്ട സംഭവത്തിൽ വഴിത്തിരിവ്. +1 വിദ്യാർത്ഥിനി ദീക്ഷിതയെ ഇടിച്ചിട്ടത് പുറകിൽ വന്ന കറുത്ത കാർ അല്ലെന്ന് എളമക്കര പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന ഈക്കോ വാനിന്റെ ഡോർ അശ്രദ്ധമായി തുറന്നപ്പോഴാണ് ദീക്ഷിത സൈക്കിളിൽ നിന്ന് വീണത്. വാനിനകത്തുണ്ടായിരുന്ന സുഭാഷ് നഗർ സ്വദേശി രാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥിനിയെ ഇടിച്ചു വീഴ്ത്തിയ കാർ നിർത്താതെ പോയെന്ന തരത്തിലായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. സൈക്കിളിൽ വരുന്ന വിദ്യാർത്ഥി റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നതും തൊട്ടു പിന്നാലെ വരുന്ന കാർ നിർത്താതെ പോകുന്നതുമായിരുന്നു ആദ്യം പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ കണ്ടത്. കാർ കണ്ടെത്താൻ വൈകി എന്ന പേരിൽ പോലീസിനെതിരെ വിമർശനവും ഉയർന്നു. പിന്നീട് സമീപത്തെ CCTV ക്യാമറകൾ കൂടി പരിശോധിച്ചതോടെയാണ് അപകടമുണ്ടാക്കിയത് കറുത്ത കാറല്ലെന്ന് കണ്ടെത്തിയത്. ഇക്കോ വാനിന്റെ ഡോർ തുറക്കുന്നതും വിദ്യാർത്ഥിനി താഴെ വീഴുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപകടമുണ്ടായ ഉടനെ വാനിലുണ്ടായിരുന്ന രാജിയാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അപകടമുണ്ടായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് എളമക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇടിച്ചിട്ടത് കാറല്ലെന്ന് കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. കിണറ്റിൽ വീണ് 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കോതമംഗലത്താണ് സംഭവം. ആയവന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകൾ സന്ധ്യാകുമാരിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് കുട്ടി കിണറ്റിൽ വീണത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കല്ലൂർക്കാട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ച് രക്ഷാശ്രമം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കാസർഗോഡ് ദേശീയപാതയിൽ ചട്ടഞ്ചാൽ 55 മൈലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചു 2 മരണം. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ദേശീയപാതയിൽ ഇന്നലെ രാത്രിയാണ് അപകടം. ആഷിഫ് മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്തു. തിരുവനന്തപുരം വെള്ളറട കുന്നത്തുകാലിൽ ആക്രിക്കടയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം പരവൂർ സ്വദേശി അജയ്കുമാറാണ് മരിച്ചത്. ആക്രി ശേഖരിച്ച് കുന്നത്തുകാലിലെ കടയിൽ കൊടുത്ത ശേഷം അവിടെ ഇയാൾ കിടന്നുറങ്ങുന്നത് പതിവാണ്. ഇന്ന് രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. വെള്ളറട പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം കിളിമാനൂരിലുണ്ടായ അപകടത്തിൽ കാർ ഓടിച്ചവരെ പിടികൂടാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മരിച്ച രജിത്തിന്റെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും കിളിമാനൂർ പോലീസ് സ്റ്റേഷനും MC റോഡും ഉപരോധിച്ചു. 8ഉം 6ഉം വയസ്സുള്ള രജിത്തിന്റെ മക്കളും പ്രതിഷേധക്കാർക്കൊപ്പമുണ്ടായിരുന്നു. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചതിനെ തുടർന്ന് രജിത്തിന്റെ ഭാര്യ അംബിക തൽക്ഷണം മരിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് രജിത്തും മരിച്ചത്. പ്രതിഷേധത്തിന് പിന്നാലെ അപകടമുണ്ടാക്കിയ ഥാർ വാഹനവും അതിലെ യാത്രക്കാരെയും പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് ഡിവൈഎസ്പി അറിയിച്ചു. കോട്ടയത്ത് റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിൽ വൻ മോഷണം. 100 പവനോളം സ്വർണം മോഷണം പോയതായാണ് പരാതി. ആളില്ലാത്ത 3 ക്വാർട്ടേഴ്സുകളിൽ നിന്നാണ് സ്വർണം നഷ്ടമായത്. സംഭവത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിനിമാ സമരം പിൻവലിക്കുന്നതായി ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ്. വിനോദ നികുതിയിൽ ഇളവ് നൽകാം എന്ന ഉറപ്പ് നൽകിയതോടെയാണ് തീരുമാനം. നാളെ തിയേറ്ററുകൾ പതിവ് പോലെ തുറന്ന് പ്രവർത്തിക്കും. വിഷയം മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് സാംസ്കാരിക മന്ത്രി പറഞ്ഞതോടെയാണ് സമരം പിൻവലിച്ചത്. മെമ്മറി കാർഡ് വിവാദത്തിൽ അന്വേഷണം പൂർത്തിയായതായി താരസംഘടന അമ്മ. മൊഴികൾ സീൽ ചെയ്ത കവറിൽ കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് പ്രസിഡന്റ് ശ്വേത മേനോൻ വ്യക്തമാക്കി. പുതിയ ഭാരവാഹിത്വം അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ദൌത്യം പൂർത്തിയായെന്നും ശ്വേത വിശദീകരിച്ചു. ബിജെപിയിൽ തലമുറ മാറ്റം. ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റു. പാർട്ടി രൂപീകരണത്തിന്റെ 45ാം വർഷത്തിലാണ് 45-കാരനായ നിതിൻ നബീൻ അധ്യക്ഷ പദവിയിലെത്തുന്നത്. ബിജെപി ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ അധ്യക്ഷന്മാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, JP നഡ്ഡ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ സാമ്പത്തികമായും സാങ്കേതികമായും പരിവർത്തനം ചെയ്തത് നേരിൽ കണ്ട തലമുറയുടെ ഭാഗമായ നിതിന്റെ കൈകളിലാണ് ഇനി പാർട്ടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. से भी बड़ी चीज मेरे जीवन में है, मैं भारतीय जनता पार्टी का कार्यकर्ता हूं. ये सबसे बड़ा गर्व है. और जब बात पार्टी के विषयों को आती है, तब माननीय नितिन नबीन जी, मैं एक कार्यकर्ता हूं, वे मेरे बॉस हैं. പ്രസംഗത്തിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജയം ആത്മവിശ്വാസം കൂട്ടിയതായും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. കേരളവും പശ്ചിമ ബംഗാളും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുകയാണ് പുതിയ അധ്യക്ഷ പദവിയിൽ നിതിൻ നബീന് മുന്നിലുള്ള ആദ്യ ദൌത്യം. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ. സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഹർജി മദ്രാസ് ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കോടതിയിൽ വാദം പൂർത്തിയായി. വിധി എന്നു പറയുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സെൻസർ ബോർഡ് വിവേചനപരമായ തീരുമാനമാണ് എടുത്തതെന്ന് നിർമ്മാതാക്കൾ കോടതിയിൽ പറഞ്ഞു. ചിത്രം കണ്ട 5 അംഗങ്ങളിൽ 4 പേരും അനുകൂലമായിട്ടും ഒരാളുടെ പരാതിയുടെ പേരിൽ റിലീസ് മാറ്റുന്നത് ശരിയല്ലെന്നായിരുന്നു വാദം. ജനനായകന് 22 രാജ്യങ്ങളിൽ പ്രദർശനാനുമതി ലഭിച്ചതാണെന്നും ഇന്ത്യയിലെ സെൻസർ ബോർഡ് മാത്രമാണ് ചുവപ്പ് കൊടി കാട്ടിയതെന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല. ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുക. കേസിൽ SITയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും ജാമ്യാപേക്ഷയിലെ വാദം. പുതിയ മദ്യ ബ്രാൻഡിന് പേരും ലോഗോയും ക്ഷണിച്ച സർക്കാർ നടപടിയിൽ നോട്ടീസ്. സംസ്ഥാന സർക്കാരിനും ബെഫ്കോയ്ക്കും ഹൈക്കോടതിയാണ് നോട്ടീസ് അയച്ചത്. മദ്യ നിർമ്മാതാക്കളായ
മലബാർ ഡിസ്റ്റിലറീസും മറുപടി നൽകണം. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ ഗണഗീതം പാടിയതിൽ വിവാദം. കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിനിടെയാണ് സംഭവം. തൃശൂരിൽ നിന്നുള്ള ഗായക സംഘം ഗണഗീതം പാടുകയായിരുന്നു. ഇതോടെ CPM പ്രവർത്തകർ ഇടപെട്ടു. ഉന്തും തള്ളുമായതോടെ പാട്ട് നിർത്തിവെക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് കുതിപ്പ് തുടരുന്നു. ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് 3160 രൂപയാണ്. 3 തവണ ഇന്ന് വർധനയുണ്ടായി. 3 പുതിയ റെക്കോർഡുകൾ സ്വർണ്ണവിലയിലുണ്ടായി. ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന നിരക്കായ 1,07,240 രൂപയിൽ നിന്നാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില 1,08,000 ആയത്. തുടർന്ന് 800 രൂപ വർദ്ധിച്ച് 1,08,800 ആയി. ഉച്ചയ്ക്ക് ശേഷം ഒറ്റയടിക്ക് 1,600 രൂപ കൂടി സ്വർണ്ണവില ഇപ്പോൾ 1,10,400 രൂപയിലാണ്. ഗ്രാമിന് ഇന്നത്തെ വില 13,800 രൂപയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും വില ഉയരാൻ കാരണമായി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ജനുവരി 24 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഏകദേശം 10,000 കോടിയോളം രൂപ ചെലവ് വരുന്ന നിർമ്മാണം 2028 പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപനം. 2024 ഡിസംബർ 3 വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയും പങ്കെടുക്കും. ബാഡ്മിന്റൺ ഇതിഹാസം സൈന നെഹ്വാൾ വിരമിച്ചു. കാൽമുട്ടിനേറ്റ പരിക്കും ശാരീരിക ബുദ്ധിമുട്ടുകളും അലട്ടിയതിനെ തുടർന്ന് 35-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു സൈന. പോഡ്കാസ്റ്റിലൂടെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2012 ലണ്ടൻ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവാണ്. 2015 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലും 2017 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും നേടിയ സൈന 2018 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ അണിഞ്ഞു. 20 വർഷത്തിലധികം നീണ്ട കരിയറിൽ 24-ലധികം അന്താരാഷ്ട്ര കിരീടവും നേടിയിട്ടുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മലേഷ്യയിലെ ക്വാലാലംപൂരിലുള്ള ബങ്സാർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിന് ശേഷം സെലാങ്കോർ രാജകുടുംബാംഗം യാങ് മുലിയ തങ്കു ദത്തോ, ഡോക്ടർ ഹിഷാമുദ്ദീൻ സൈസി, നിക്ഷേപ വ്യാപാര വ്യവസായ മന്ത്രാലയം ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ദത്തോ ബഹ്രിയ എന്നിവർ ചേർന്ന് ഷോറൂം ഉപഭോക്താക്കൾക്ക് തുറന്നു നൽകി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മലേഷ്യയിലെ 9ാമത്തെ ഷോറൂമാണിത്. നിലവിൽ 14 രാജ്യങ്ങളിലായി 420-ലധികം ഷോറൂമുകൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനുണ്ട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ടിക്കറ്റുകൾക്ക് റെക്കോർഡ് വിൽപ്പന. ഇതിനകം വിൽപ്പന 50 ലക്ഷത്തോടടുത്തു. വർദ്ധിച്ചു വരുന്ന ആവശ്യക്കാരുടെ എണ്ണം പരിഗണിച്ച് 5 ലക്ഷം ടിക്കറ്റുകൾ കൂടി വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. 20 കോടിയാണ് ടിക്കറ്റിന്റെ 1ാം സമ്മാനം. 400 രൂപയാണ് ഓരോ ടിക്കറ്റിന്റെയും വില. നറുക്കെടുപ്പ് 2026 ജനുവരി 24 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.